പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സ് സെക്കൻഡ് ചാപ്റ്ററായ 1 ഫ്രാക്ഷൻ മെനി ഫോംസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഫ്രാക്ഷൻസ് സ്പെസിഫൈഡ് ബിലോ. നമ്മളോട് എന്താണ് ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക, ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24. എന്താ പറഞ്ഞിരിക്കുന്നത്? 1/2 24 ഛേദമായ രൂപം ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാൻ. ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24. അതായത് 1/2 24 ഡിനോമിനേറ്റർ ആയിട്ടുള്ളതിൻ്റെ ഫോം അല്ലേ, 24 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കറിയാം എന്താണ് 24ൻ്റെ ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് അല്ലേ. 24/2 ആണ് ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24 അല്ലേ. 1/2 24 ഡിനോമിനേറ്റർ ആയ ഫോം, അതായത് ഛേദമായ രൂപം നമ്മൾക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ = എങ്ങനെ എഴുതാം? 12 നമുക്ക് എന്താക്കാം? ന്യൂമറേറ്റർ ആക്കാം. 12/24. 24 എന്തായി? ഡിനോമിനേറ്റർ ആയി. അപ്പോൾ 12/24 എന്ന് എഴുതാം. ഇനി സെക്കൻഡ് നോക്കാം. ദ ഫോം ഓഫ് 1/2 വിത്ത് ന്യൂമറേറ്റർ 24. രണ്ടാമത് പറഞ്ഞത് എന്താണ്? 1/2 24 ന്യൂമറേറ്ററായ രൂപം എഴുതാനാണ് പറയുന്നത്. അതായത് അംശമായ രൂപം എഴുതാൻ. 1/2 24 അംശമായ രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തേന് നമുക്ക് എങ്ങനെ എഴുതാം? To get 1/2 of the whole 2 into 24 നമുക്ക് എന്താ 48 ഈക്വൽ പാർട്സ് ആണ് അല്ലേ. 48 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ മസ്റ്റ് ടേക്ക് നമ്മൾ എങ്ങനെ എഴുതാം? 48/2 എന്ന് പറഞ്ഞത് 24 ആണ് അല്ലേ. അപ്പോൾ ദ ഫോം ഓഫ് 1/2 വിത്ത് ന്യൂമറേറ്റർ 24 എങ്ങനെയാണ്? 24/48. 24നെ നമ്മൾ എന്താക്കി എടുത്തു? ന്യൂമറേറ്റർ ആക്കിയിട്ട് എടുത്തു. നെക്സ്റ്റ് തേർഡ് ദ ഫോം ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24. 1/3 എന്താണ്? 24 ഡിനോമിനേറ്റർ ആയിട്ടുള്ള രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് 1/3. അപ്പോൾ നമുക്കറിയാം എന്താണ്? ടു ഗെറ്റ് 1/3 നമുക്ക് 1/3 of the whole 24 equal parts we must take. നമുക്ക് എങ്ങനെ എടുക്കണം? 1/3 കിട്ടണമെങ്കിൽ we must take എങ്ങനെ എടുക്കണം? we must take എന്താണ്? 24/3 = എത്ര കിട്ടും? 8 of അല്ലേ. 8 of this. അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെ എഴുതാം? ദ ഫോം ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24 നമുക്ക് എങ്ങനെ എഴുതാം? ദ ഫോം ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24 = എങ്ങനെ എഴുതും? 8/24 അല്ലേ. 24 നമ്മൾ എന്താക്കി എഴുതി? ഡിനോമിനേറ്റർ ആക്കി എഴുതി. 8 എന്താക്കി എഴുതി? 8 ന്യൂമറേറ്റർ ആക്കിയിട്ടും എഴുതി. അപ്പോൾ 8/24 എന്ന് എഴുതാം. അതിൻ്റെ ഫോം എന്താണ്? 8/24 എന്നാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിൽ ദ ഫോം ഓഫ് 1/3 വിത്ത് ന്യൂമറേറ്റർ 24. 1/3 24 അംശമായ രൂപം അല്ലേ. അതായത് ഏതാണ്? ന്യൂമറേറ്റർ ആയതാണ്. അപ്പോൾ അത് എങ്ങനെയാണ്? അത് തിരിച്ച് അല്ലേ. എങ്ങനെ? നമുക്കിപ്പോൾ മുകളിൽ ചെയ്ത പോലെ തന്നെ
ചെയ്യാം. നാലാമത്തെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു 1/, എന്താണ്, ടു ഗെറ്റ് 1/3 ഓഫ് ദ ഹോൾ 3 × 24 അല്ലേ, ഇസിക്കൽ ടു എത്രയാണ്? 72 ഈക്വൽ പാർട്സ്. 72 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 72/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. 24 ഓഫ് ദീസ് ആണ്. സോ therefore the form of 1/3 with numerator 1/3 with numerator 24 is equal to എന്തായിട്ട് വരും? 24. നമുക്ക് 24നെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം അല്ലേ, അംശമായിട്ട് എഴുതാം. പിന്നെ 72നെ നമുക്ക് എന്താക്കി എഴുതാം? ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതാം. 24 ഡിവൈഡ് ബൈ 7/2. അപ്പോൾ 1/3യുടെ ഇത് പറയുന്നത് എത്രയായിരിക്കും? 24/72 വരും. ദ ഫോം ഓഫ് 1/3 വിത്ത് ന്യൂമറേറ്റർ 24/72 ആയിരിക്കും. അഞ്ചാമത്തെ ദ ഫോം ഓഫ് 1/4 വിത്ത് ന്യൂമറേറ്റർ 100. 1/4ന്റെ 100 അംശമായ രൂപം ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 100 എന്തായിരിക്കണം? ന്യൂമറേറ്റർ ആയിട്ട് വരണം. അതായത് മുകളിൽ എത്ര വരണം? 100 വന്ന രീതിയിൽ വേണം എഴുതാൻ. മുകളിൽ 100 വന്ന രീതിയിൽ വേണം എഴുതാൻ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് നമ്മളിപ്പോൾ മുകളിലെ അംശം ന്യൂമറേറ്റർ വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ എഴുതിയായിരുന്നു. എങ്ങനെയാണ്? ടു ഗെറ്റ് 1/4 അല്ലേ, 1/4 ഓഫ് ദ ഹോൾ എങ്ങനെ എഴുതും? ഇസിക്കൽ ടു 4 × 100. അതായത് 400 ഈക്വൽ പാർട്സ് അല്ലേ, 400 ഈക്വൽ പാർട്സ്. ഇത് 4 ആണ് കേട്ടോ. 1/4 ടു ഗെറ്റ് 1/4 ഓഫ് ദ ഹോൾ 4 × 100. അപ്പോൾ നമുക്ക് 400 ഈക്വൽ പാർട്സ് ആണ്. ഇനി നമുക്കതെങ്ങനെ എഴുതാൻ പറ്റും? അപ്പം നമ്മൾ 400/4 ഇസിക്കൽ ടു നമുക്ക് എത്ര കിട്ടും? 100 ഓഫ് ദിസ് അല്ലേ. നമ്മൾ എടുക്കുമ്പോൾ വി മസ്റ്റ് ടേക്ക് 400 ഡിവൈഡ് ബൈ 4 ഇസിക്കൽ ടു 100 ഓഫ് ദിസ്. അപ്പോൾ therefore എന്തായിരിക്കും? ദ ഫോം ഓഫ് 1/4 വിത്ത് ന്യൂമറേറ്റർ 100. അതായത് ന്യൂമറേറ്റർ എത്ര ആയിട്ട് വരണം? 100 ആയിട്ട് വരണം. അതായത് അംശം എന്ന് പറയുന്നത് എത്രയായിട്ട് വരണം? 100 ആയിട്ട് വേണം. അപ്പോൾ 100 ഡിവൈഡ് ബൈ എത്രയാണ്? 400. അപ്പോൾ 1/4ന്റെ 100 അംശമായ രൂപം ഇങ്ങനെയാണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/4. 1/4ന്റെ എന്താണ്? 3 വ്യത്യസ്ത ഫോംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1/4ന്റെ 3 എണ്ണം എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് 1 × 2/4 × 2 അല്ലേ, ഇസിക്കൽ ടു 1 × 2 എത്രയാണ്? 2. 4 × 2 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/8 എന്ന് കിട്ടി. 2/8ൽ വീണ്ടും നോക്കാം. 2ൽ എന്താണ്? 1 2 2 4 3 2 4 2 8. അപ്പം നമുക്ക് എത്ര കിട്ടി? 1/4 എന്ന് കിട്ടി. അപ്പം ഈ രീതിയിൽ എഴുതാം അല്ലേ. 2/8 എന്നുള്ള ഫോമിൽ ഇതിനെ എഴുതാം. 2/8 എന്നുള്ള ഫോമിൽ ഇതിനെ എഴുതാം. 2/8 2നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടും. ഇനി വേറെ ഏത് ഫോമിലൊക്കെ എഴുതാം? 3 വ്യത്യസ്ത ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഏതൊക്കെ ഫോമിൽ എഴുതാം? 1/4നെ അടുത്തൊരു ഫോം എന്ന് പറയുന്നത് ഇസിക്കൽ ടു 1 × 3 ഡിവൈഡഡ് ബൈ 4 × 3. 4 × 3 ചെയ്യുമ്പോൾ 1 × 3 എത്രയാണ്? 3. 4 × 3 ചെയ്യുമ്പോൾ 12. അപ്പോൾ 3/12നെ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ. 1 3 3 9 4 3 12 അല്ലേ. അപ്പോൾ 1/4 എന്ന് കിട്ടും. ഇനി ഏതാണ് 1/4നെ വേറെ ചെയ്യാവുന്നത്? 1 × 4 ഡിവൈഡഡ് ബൈ 4 × 4. അപ്പോൾ എത്ര കിട്ടുന്നത്? 4/16. അപ്പോഴും നമുക്ക് എത്ര തന്നെ കിട്ടുന്നത്? 1/4 തന്നെ. ഇതാണ് 1/4ന്റെ 3 വ്യത്യസ്ത ഫോംസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ. ഫോർ ഈച്ച് ഓഫ് ദ പെയർ ഓഫ് ഫ്രാക്ഷൻസ് ബിലോ ഫൈൻഡ് 3 ഫോംസ് വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. അതായത് താഴെ കുറച്ച് സംഖ്യാ ജോഡികൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ സംഖ്യാ ജോഡികളുടെ ഒരേ എന്താണ് ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഡിനോമിനേറ്റർ ഉള്ള എന്ത് കാണണം? 3 ഫോംസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഫസ്റ്റ് വൺ എത്രയാണ്? 1/2 1/3 ആണ്.
അപ്പോൾ ഫസ്റ്റ് 1/2ഉം 1/3 അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുമെന്ന്. 1/2 ആദ്യം നമ്മൾ 1/2ൻ്റെ ഫോം എഴുതി നോക്കുക. 1/2ൻ്റെ ഫോം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ 1 × 3 ഡിവൈഡഡ് ബൈ 2 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 × 3 3, 2 × 3 6 അല്ലേ? ഇനി 3ൻ്റെ ടേബിൾ ചൊല്ലി നോക്കൂ. അപ്പോൾ 1 3 3, 1 3 6, 1/2 കിട്ടി അല്ലേ? അതുപോലെ പിന്നെ ഏതാണ് 1/3 അല്ലേ? 1/3 ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടും? 1 × 2 ഡിവൈഡ് ബൈ 3 × 2, 3 × 2. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2/6. ഇപ്പോഴും നമുക്ക് എന്താ കിട്ടുക? 1 2 2 4 3 2 6. അപ്പോൾ 1/3. ഇനി അടുത്തത് സെക്കൻഡ് ഏതാണ്? സെക്കൻഡ് തന്നിരിക്കുന്നത് 1/2ഉം 1/4ഉം ആണ്. അല്ല, 3 ഫോം എഴുതണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും 3 ഫോംസ് എഴുതണം. ഒന്ന് എഴുതി. ഇനി രണ്ടാമത്തെ ഒരു ഫോം എഴുതാം. രണ്ടാമത്തെ ഫോം എങ്ങനെയാണ്? 1/2 = എങ്ങനെ എഴുതാം? 1 × 6 ഡിവൈഡ് ബൈ 2 × 6 എഴുതി കഴിഞ്ഞാൽ 6/12 കിട്ടും. അപ്പോഴും നമുക്ക് എത്ര തന്നെ എത്തുന്നത്? 1/2 ആണ് അല്ലേ? ഇനി 1/3യുടെ വേറൊരു ഫോം എഴുതി നോക്കുക. 1 × 4 ഡിവൈഡഡ് ബൈ 3 × 4. അപ്പോൾ എത്ര കിട്ടും? 4/12. 4/12 കിട്ടി. അടുത്ത് മൂന്നാമത്തെ ഒരു ഫോം നോക്കാം. മൂന്നാമത്തെ ഫോമിൽ എങ്ങനെയാണ്? 1/2 തന്നെ. 1/2 എങ്ങനെ എഴുതാം? 1 × 9 ഡിവൈഡ് ബൈ 2 × 9 ചെയ്ത് വെക്കൂ. 1 × 9 9, 9/2 × 9 8, 18. 2 × 9 18. അപ്പോൾ 9/18 കിട്ടും. അപ്പോൾ 1 × 9 9, 2 × 9 18 എന്ന് കിട്ടും. ഇനി 1/3ൻ്റെ അതുപോലെ തന്നെ വീണ്ടും ചെയ്ത് നോക്കുക. 1 × 6ഉം 3 × 6 ചെയ്യുമ്പോൾ നോക്കാം. 1 × 6 ചെയ്യുമ്പോൾ 6/3 × 6 ചെയ്യുമ്പോൾ 18. അപ്പോൾ 6/18 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 1/3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നെ എന്ത്? 1/2 1/3യുടെ 3 ഫോംസ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് 1/2ൻ്റെയും 1/4ൻ്റെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പെയേഴ്സ് ആയിട്ടുള്ളതിൻ്റെ. അപ്പോൾ 1/2ഉം 1/2ഉം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 1/2ഉം 1/4ഉം ആണ്. നമുക്ക് ആദ്യം 1/2ൻ്റെ എല്ലാ ഫോമും നോക്കാം. 1/2നെ 1 × 4 ഡിവൈഡ് ബൈ 2 × 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4/8 എന്ന് കിട്ടും അല്ലേ? 4/8 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതുപോലെ 1/4ൻ്റെ നോക്കൂ. 1/4ൻ്റെ വേറെ ഇതിലേക്ക് എങ്ങനെ മാറ്റും? 1 × 2 ഡിവൈഡഡ് ബൈ എന്താണ്? 4 × 2. അപ്പോഴെന്താണ്? 2/8. ഇതാണ് ഒരു ഫോം എന്ന് പറയുന്നത് അതിൻ്റെ. ഇനി രണ്ടാമത്തെ ഫോം നോക്കാം. 1/2നെ നമുക്ക് 1 × 8 ഡിവൈഡഡ് ബൈ 2 × 8 എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 × 8 8, 2 × 8 16 എന്ന് കിട്ടും. അതുപോലെ 1/4ൻ്റെയോ 1 × 4 4, 4 × 4 16. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 4/16. ഇതിനെ ചെയ്താൽ നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടുക? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1/4 എന്നാണ് ആൻസർ കിട്ടുക. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ഫോം നോക്കാം. 1/2നെ വേറെ ഏത് രീതി ചെയ്യാം? 1 × 12 ഡിവൈഡഡ് ബൈ 2 × 12. 2 × 12 ചെയ്താൽ നമുക്ക് 12/24 എന്ന് കിട്ടും. അപ്പോൾ 12/24 ചെയ്താൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 1/2 എന്നാണ് ആൻസർ കിട്ടുക. ഇനി 1/4നെ 1 × 6 ഡിവൈഡഡ് ബൈ 4 × 6 എന്ന് ചെയ്താൽ 6/24 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടും? 1/4 എന്ന് തന്നെ. 6 4 24 അല്ലേ? അപ്പോൾ 6/4 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 1/2നെയും 1/4ൻ്റെയും ഒരേ ഛേദമുള്ള 3 രൂപങ്ങളാണ് ഇതൊക്കെ. മൂന്നാമത്തെ 1/3ഉം 1/4ഉം ആണ് പെയേഴ്സ്. മൂന്നാമത്തേതിൽ 1/3ഉം 1/4ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരേ ഛേദമുള്ള 3 രൂപങ്ങൾ നമുക്ക് നോക്കാം. 1/3യുടെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 4 ഡിവൈഡഡ് ബൈ 3 × 4 എന്ന് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? നമുക്ക് 4/12 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 4 4 4 12 അല്ലേ? അപ്പോൾ നമുക്ക് 1/3 എന്ന് ആൻസർ കിട്ടും. 4 ഡിവൈഡ് ബൈ 12 ചെയ്താൽ 1/3 എന്ന് ഉത്തരം കിട്ടും.
ഇനി 1/4 നോക്കാം. 1/4 1 × 3 ഡിവൈഡ് ബൈ എന്താണ് 4 × 3. നേരെ തിരിച്ചിട്ടാൽ മതി. 4 × 3 അല്ലേ? 4 × 3 ചെയ്താൽ എന്ത് കിട്ടും? 3/12 എന്ന് കിട്ടും. 3/12 എന്ന് കിട്ടും. 1 × 3 ഡിവൈഡ് ബൈ 4 × 3. അപ്പോൾ 3/12 എന്ന് കിട്ടും അല്ലേ? ഇതൊരു ഫോമാണ്. ഇനി അടുത്ത സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് 1/3നെ നമുക്ക് എന്ത് ചെയ്യാം? 1 × 8 ഡിവൈഡഡ് ബൈ എത്രയാണ്? 3 × 8. 3 × 8 എന്ന് എഴുതിയാൽ 8/24 എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1/3 എന്ന് ഉത്തരം കിട്ടും അല്ലേ? അതുപോലെ 1/4നെ നമുക്ക് നോക്കാം, തിരിച്ചാക്കിയാൽ 1 × 6 ഡിവൈഡഡ് ബൈ 4 × 6. 4 × 6 അപ്പോൾ എന്താ കിട്ടും? 6/24 എന്ന് കിട്ടും. 6/24 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തത് വീണ്ടും 1/3നെ എന്താണ് വേറെ ഫോമിലേക്ക് എഴുതാം. 1 × 12 ഡിവൈഡഡ് ബൈ എന്താണ് 1 × 12 ഡിവൈഡ് ബൈ 3 × 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12/36 എന്ന ആൻസർ കിട്ടും. 12/36ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/3 എന്ന് ഉത്തരം കിട്ടും. അതുപോലെ 1/4നെ എങ്ങനെ ചെയ്യാം? 1 × 9 ഡിവൈഡ് ബൈ 4 × 9 ഇസ് ഈക്വൽ ടു എന്താണ് 9/36 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ഡിനോമിനേറ്ററൊക്കെ സെയിം ആണ് അല്ലേ? അപ്പോൾ ഇതാണ് മൂന്നാമത്തേൻ്റെ മൂന്ന് രൂപം, ഫോംസ് എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡസ് 1/3 ഹാവ് അനദർ ഫോം വിത്ത് ഡിനോമിനേറ്റർ 10, 100 or 1000? ഗീവ് റീസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/3ന് 10, 100, 1000 എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫോം ഉണ്ടോ എങ്കിൽ റീസൺ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം രൂപങ്ങളുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനൊന്ന് ചെയ്ത് നോക്കാം. 1/3നെ 1 × 3 ഡിവൈഡ് ബൈ 3 × 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/9. 10 വന്നില്ല അല്ലേ? ഡിനോമിനേറ്റർ 10 വന്നിട്ടില്ല, അപ്പോൾ കിട്ടില്ല. ഇനി 1/3നെ നമുക്ക് 1 × 10ൻ്റെ നമ്മൾ നോക്കി. ഇനി 100ൻ്റെ നോക്കാം. 33 ഡിവൈഡ് ബൈ 3 × 33 അല്ലേ? അപ്പോൾ എങ്ങനെ കിട്ടും? 33 ഡിവൈഡ് ബൈ 99. ഇപ്പോഴും നമുക്ക് 100ൻ്റെയും കിട്ടിയില്ല. ഇനി 1/3 = 1 × 333 ഡിവൈഡ് ബൈ 3 × 333 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 333 ഡിവൈഡ് ബൈ 999. 1000ൻ്റെയും കിട്ടിയില്ല. അപ്പോൾ 10ൻ്റെയും 100ൻ്റെയും 1000ൻ്റെയും ഏതെങ്കിലും എന്താണ് ഡിനോമിനേറ്ററായ രൂപം ഇതിന് ഇല്ല. റീസൺ എന്താണ്? ഈ 10, 100, 1000s ആർ നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അതായത് സിൻസ് 10, 100, 1000 ആർ നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 3. ഇതാണ് അതിൻ്റെ റീസൺ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് പേജ് നമ്പർ 28ലെ ആക്ടിവിറ്റീസ് നോക്കാം. ക്വസ്റ്റ്യൻ, റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ലോവസ്റ്റ് ടേംസ്. താഴെ കൊടുത്തിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടേം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലഘുരൂപം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. 32/64 ആണ് ഫസ്റ്റ് വൺ. 32/64 നമുക്ക് നോക്കാം. 32ൻ്റെ 32ന് 2 അല്ലേ? 2 16 × 2 32 ആണ് അല്ലേ? അപ്പോൾ 16 8 × 2 16. പിന്നെ 2 4 × 2 8 അല്ലേ? വീണ്ടും 2 × 2 4. അപ്പോൾ മൊത്തം എത്രയുണ്ട് നമുക്ക് എഴുതാം. 2 × 2 × 2 × 2 × 2 മൊത്തം 5 എണ്ണം. 1 2 3 4 5. അപ്പോൾ മൊത്തം 5 2 5 2 അല്ലേ? നെക്സ്റ്റ് 64ൻ്റെ നോക്കാം. 64ൻ്റെ 2 വെച്ചിട്ട് നോക്കാം. 64 2ൽ 32 32 × 2 64. 16 × 2 32. ഇനി 8 × 2
16, 4 into 2 8, പിന്നെ ബാക്ക് 2 അല്ലേ, 2 into 2 4. അപ്പോൾ അവിടെ 1 2 3 4 5 6, ഇവിടെ 6 ഉണ്ട്. 2 into 2 into 2 into 2 into 2 into 2. അപ്പോൾ മൊത്തം 32 is the multiple of 5 times 32 is the 2 multiplied 5 times and 64 is 2 multiplied 6 times. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ 2 2 പോയി, 2 പോയി, 2 പോയി, 2 പോയി, 5 2 പോയി. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 1/2 അല്ലേ, 1/2 ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ 32/64 എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്? 1/2 ആണ്. 1/2. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് എന്ന് പറയുന്നത് 27/81 ആണ്. 27/81 ആണ് സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 27/81 ആണ്. ഇത് കാണുന്നത് 27. ആദ്യം നോക്കാം. 9 into 3 27 അല്ലേ, 3 into 3 9. അപ്പോൾ 3 ആണുള്ളത്. 3 into 3 into 3. ഇനി 81 നോക്കാം. 81 27 into 3 81 അല്ലേ, 9 into 3 27, പിന്നെ 3 into 3 9. 4 3 ആണുള്ളത്. 4 ടൈംസ് ആണ്. 3 into 3 into 3 into 3. അപ്പോൾ ഈ 3 3യും വെട്ടിപ്പോയി. പിന്നെന്താണ്? 1/3 ആണുള്ളത്. 1/3. അപ്പം 27/81 1/3 ആണുള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തെ 30/24 ആണുള്ളത്. 30/45 ആണ്. മൂന്നാമത്തെ 30/45 ആണ്. 30/45. 30/45 ചെയ്യുമ്പോൾ 30 നോക്കാം. 15 into 2 എത്ര? 13 ആണ് അല്ലേ. 15 into 2 13 ആണ്. പിന്നെ 5 into 3 15 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? 2 into 3 into 5 എന്ന് കിട്ടി. നെക്സ്റ്റ് 45. 45 കോമൺ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. 3. 15 into 3 45. 3 into 5 15 അല്ലേ. അപ്പോൾ അവിടെ കോമൺ 3 into 3 into 5. ഇതിൽ സെയിം ആയിട്ടുള്ള 3 into 5ഉം 3 into 5ഉം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 2/3 എന്ന് കിട്ടും. 2/3. ഇതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം. ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ 2/3 ആണ്. നെക്സ്റ്റ് വൺ 12/21 ആണ്. നെക്സ്റ്റ് 12/21 ആണ്. 12/21 നമുക്ക് നോക്കാം. 12 6 into 2 12 അല്ലേ. പിന്നെ 3 into 2 6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 into 2 into 3 എന്നും. ഇനി 21 കാണും. 21 7 into 3 21. അപ്പോൾ ഡിവൈഡ് ബൈ നമുക്ക് ഇങ്ങനെ എഴുതാം 7 into 3 എന്നാണ്. ഇതിൽ കോമൺ ഫാക്ടർ 3യും 3യും പോയി. പിന്നെ എന്താണ്? 2 into 2/7 ആണ് ഉള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? 2 into 2/7 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ 2 into 2 4 4/7. 4/7 എന്നാണ് ഉത്തരം കിട്ടുക. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 45 divided by 54. 45/54 ആണ്. അപ്പോൾ അഞ്ചാമത്തെ 45/54 ആണ്. ഇതിൻ്റെ ലോവസ്റ്റ് ഫോം 45ൻ്റെ ആദ്യം കാണാം. 45ൻ്റെ 15 into 3 എന്താണ്? 45 ആണ്. 3ൽ 5 into 3 50. അപ്പോൾ 45ൻ്റെ 3 into 3 into 5 എന്ന കോമൺ ഫാക്ടേഴ്സ് ഡിവൈഡ് ബൈ 54ൻ്റെ 2 27 into 2 54 എന്ന് കിട്ടി. അപ്പോൾ
27 3 9 ഇൻറ്റു 3 27 പിന്നെ 3 ഇൻറ്റു 3 9. അപ്പോൾ അതിൽ കിട്ടുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നു, 3 ഇൻറ്റു 3 ഇത് രണ്ടും പോയി അല്ലേ, 3 ഇൻറ്റു 3 പോയി. പിന്നെ എന്താണുള്ളത്, 5/2 ഇൻറ്റു 3 6 5/6. അപ്പോൾ 45/54ൻ്റെ ലോവസ്റ്റ് 5/6 എന്നാണ്.